ഓപ്പർച്യൂണിറ്റീസ് ഒരിക്കലും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ജീവിതത്തിലേക്ക് വരില്ല. നമ്മൾ ഓപ്പർച്യൂണിറ്റീസിനെ കണ്ടെത്താനും അത് കാണാനും ശ്രമിക്കണം. എന്നാൽ മാത്രമേ പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. എപ്പോഴും നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ ജീവിതത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫോക്കസ് ഉണ്ടായിരിക്കണം, നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. ഉണ്ടെങ്കിൽ മാത്രമേ പുതിയ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കാണാനും അതിലേക്ക് എത്തിച്ചേരാനും നമുക്ക് സാധിക്കത്തുള്ളൂ. എനിക്കൊരു എക്സാമ്പിൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്, നമ്മൾ ഒരു വാഹനം വാങ്ങാൻ തീരുമാനമെടുക്കും. നമ്മൾ ഒരു ബ്രാൻഡ് സെലക്ട് ചെയ്യുന്നു, ഒരു വാഹനത്തിന്റെ കളർ സെലക്ട് ചെയ്യുന്നു, നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്യുന്നു, ഷോറൂമിൽ പോയി ആ വാഹനം കാണും. അങ്ങനെ നമ്മൾ ഫോക്കസോട് കൂടി ആ ഒരു സ്പെസിഫിക് കളർ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ റോഡിൽ പോകുമ്പോൾ എവിടെ നോക്കിയാലും ആ ബ്രാൻഡിലുള്ള അതേ കളറിലുള്ള കാറുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഓട്ടോമാറ്റിക്കലി നമ്മളുടെ മൈൻഡ് അതിൽ ഫോക്കസ്ഡ് ആണ്, അതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ പറഞ്ഞ സെയിം കമ്പനിയുടെ ബ്രാൻഡിലുള്ള കാറുകൾ, സെയിം കളർ പലപ്പോഴായി നമ്മൾ റോഡിൽ കാണാറുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഇപ്പോൾ നമ്മൾ കൂടുതലായി അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എവിടെ നോക്കിയാലും നമ്മൾ ആ ഒരു കളർ ഉള്ള അതേ ബ്രാൻഡിലുള്ള കാറുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതേപോലെ തന്നെയാണ് ഓപ്പർച്യൂണിറ്റീസ്. നമ്മളുടെ ചുറ്റും നിരവധി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പക്ഷേ നമ്മൾ അത് കാണാനും ആ ഓപ്പർച്യൂണിറ്റിയിലേക്ക് എത്തിച്ചേരാനും നമ്മൾ ട്രൈ ചെയ്യണം. ഫോക്കസോടുകൂടി ട്രൈ ചെയ്താൽ മാത്രമേ ആ ഒരു ഓപ്പർച്യൂണിറ്റിയെ നമുക്ക് ഗ്രാബ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ട് മീ.